നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ഹയർ സെക്കൻഡറിയുടെ ബോർഡ് എക്സാം എഴുതണോ? പ്രത്യേകിച്ചും +2 സേ തോറ്റ കുട്ടികൾക്ക് ഹയർ സെക്കൻഡറിയുടെ ബോർഡ് എക്സാം എഴുതുന്നതാണോ നല്ലത്? NIOS നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂൾ, ഇതിനകത്ത് ഏറ്റവും മികച്ചത് ഏതാണ്, അല്ലെങ്കിൽ ഏതാണ് നല്ലത്? നമുക്കൊന്ന് പെട്ടെന്ന് ഒരു എല്ലാവർക്കും ഉള്ള സംശയമാണ്. എനിക്ക് വരുന്ന ഏറ്റവും കൂടുതൽ സംശയങ്ങളിലൊന്ന് താണ്ടിതാണ്. എല്ലാവരും മെസ്സേജ് ചോദിക്കുന്നത് ഇതിനകത്ത് ഏറ്റവും നല്ലതാണ്. പക്ഷേ NIOS ആണെങ്കിൽ പെട്ടെന്ന് പോയി പരീക്ഷ എഴുതി ഞങ്ങൾക്ക് പെട്ടെന്ന് ജയിച്ച് ഞങ്ങൾക്ക് പെട്ടെന്ന് ജോലിക്ക് കയറാം, അല്ലെങ്കിൽ അടുത്ത കോഴ്സിന് പോകാം. ഇതിനകത്ത് ഏറ്റവും നല്ലതാണ്. ഒന്ന് പറയാം, NIOS എന്ന് പറയുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിൽ ഈ പറയുന്ന പോലെ അത്ര എളുപ്പമൊന്നുമല്ല പരീക്ഷ. അതിനകത്തെ പരീക്ഷ അത്യാവശ്യം കഠിനം തന്നെയാണ്. മാത്രമല്ല, നമുക്ക് സഹായിക്കാൻ അതിന് വേണ്ട നല്ല ഗംഭീര അധ്യാപകരുടെ സഹായമൊന്നും നമുക്ക് അതിനകത്ത് കിട്ടത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ന്യൂനത. പിന്നെ പ്ലസ് പോയിന്റ് ഈ പറഞ്ഞ പോലെ സർട്ടിഫിക്കറ്റുകൾ ചിലപ്പോൾ നേരത്തെ കിട്ടാം. അത് പക്ഷെ മാർച്ചിൽ ഒക്കെ പരീക്ഷ നടക്കുമ്പോഴാണ്. പക്ഷേ ഇമ്പ്രൂവ്മെന്റ് ഇവിടെ ഉള്ളിടത്തോളം കാലം എപ്പോഴും ഹയർ സെക്കൻഡറിക്ക് തന്നെയാണ് മുൻഗണനയുള്ളത്. പക്ഷേ NIOSന്റെ മറ്റൊരു ന്യൂനതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇതിന്റെ സർട്ടിഫിക്കറ്റിന് എല്ലായിടത്തും വാലിഡിറ്റി ഇല്ല എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് തന്നെ പല കുട്ടികളും ഇതിൻ്റെയൊക്കെ NIOS എഴുതിയതിനു ശേഷം പറഞ്ഞേക്കാം, സാറേ നമ്മൾ അവിടെ ജോലിക്ക് ചെല്ലുമ്പം ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് നമുക്ക് അവിടെ വാലിഡിറ്റി ഇല്ല. അങ്ങനെ എന്തിനാണ് മക്കളെ റിസ്ക് എടുക്കുന്നത്? ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ റിസ്ക് എടുക്കേണ്ട ഒരാവശ്യവും കേരളത്തിലെ കുട്ടികൾക്ക് ഇല്ല. കാരണം ഒക്ടോബർ പകുതിക്ക് കഴിയുമ്പം എന്തായാലും എന്തുണ്ട്, നമ്മുടെ +1ന്റെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. മാർച്ചിൽ എന്തായാലും ഈ പരീക്ഷ നടക്കും. പബ്ലിക് എക്സാം +1ഉം +2 ഉണ്ട്. 2 പരീക്ഷകൾ കിടക്കുന്നു. ആ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. അതിനോടൊപ്പം നിങ്ങൾ വേറെ ഏതെങ്കിലും കോഴ്സോ വേറെ 6 മാസത്തെ കോഴ്സോ 8 മാസത്തെ കോഴ്സോ ഒക്കെ നിങ്ങൾ പഠിച്ച് നിങ്ങളൊരു സർട്ടിഫിക്കറ്റ് റെഡിയാക്കുക, അതിനോടൊപ്പം പഠിക്കുക. നമുക്ക് എല്ലായിടത്തും ലോകത്ത് എവിടെ പോയാലും വാലിഡിറ്റി ഉള്ള ഒരേ ഒരു സർട്ടിഫിക്കറ്റ് 100% അല്ല 1000% നമുക്ക് ഉറച്ചു പറയാം, ഹയർ സെക്കൻഡറിയുടെ ബോർഡ് എക്സാം ആണ്. നമ്മൾ ചിലപ്പം കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞ ശേഷം നല്ല രീതിയിൽ അങ്ങോട്ട് പഠിച്ച് നല്ല ജോലിയിൽ അങ്ങോട്ട് കയറുമ്പോഴായിരിക്കും ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഇച്ചിരി പ്രയോജനം ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് വിഷമം തോന്നും. അങ്ങനെ വിഷമിപ്പിക്കാതിരിക്കാനാണ് ഈ പറയുന്നത്. നമുക്ക് ഡയറക്റ്റ് വഴി പോയാൽ പോരെ, എന്തിനാണ് കുറുക്ക് വഴി തേടിയിട്ട് യാതൊരു കാര്യമില്ല. അന്നേരം ഇപ്പം നമ്മുടെ ഓൺലൈൻ ബാച്ചസ് എല്ലാം അവൈലബിൾ ആണ്. എല്ലാ ദിവസവും പുത്തൻ ബാച്ചസ് ഉണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് ചേർന്ന് ഈസി ആയിട്ട് എല്ലാ കുട്ടികൾക്കും, കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും ജയിക്കാം. കാരണം അതുപോലെ സിമ്പിൾ ക്ലാസ്, ടൈം ടേബിൾ, കൃത്യമായ ടൈം ടേബിൾ, നല്ല രീതിയിലുള്ള ക്ലാസ്സുകൾ, സിമ്പിൾ നോട്ട്സ് എല്ലാം കിട്ടൂടെ. നിങ്ങൾ ഈസി ആയിട്ട് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യും. അത് ടെൻഷൻ വേണ്ട. ഇപ്പം സംശയങ്ങൾ ഇറുതെന്ന് വിചാരിക്കുന്നു, ജോയിൻ ചെയ്യാം. 100% ഉറപ്പം വിജയം 100% ഉറപ്പായിട്ടും നേടാം. നെവർ എവർ ഗിവ്.